ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങി വന്ന ദിവസം നബിയുടെ മരണത്തിന് ശേഷം മദീന പൊട്ടിക്കരഞ്ഞൊരു സമയമായിരുന്നു അത്. നബിയുടെ മരണവാർത്ത അറിഞ്ഞ് റസൂലില്ലാത്ത മദീനയിലേക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ദമസ്കസിലേക്കായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു യാത്ര പോയിരുന്നത്. അങ്ങനെ കാലം ഒരുപാട് കഴിഞ്ഞ് തൻ്റെ ഭാര്യയോടൊപ്പം ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു രാത്രി ബിലാൽ റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്ന് പൊട്ടിക്കരയാണ്. തൊട്ടടുത്തുള്ള ഭാര്യ ചോദിച്ചു, അങ്ങ് എന്തിനാണ് കരയുന്നത്, എന്ത് സംഭവിച്ചു? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വപ്നത്തിൽ ഞാൻ നബിയെ കണ്ടു. നബി എന്നോട് പറയാണ്, ഓ ബിലാൽ, നീ എന്തേ എന്നെ മറന്നോ? എൻ്റെ മദീനയിലേക്ക് എന്തേ എന്നെ സന്ദർശിക്കാൻ വരാത്ത എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും ഇങ്ങനെ കരയാണ്. സമയം ഒട്ടും വൈകാതെ അന്ന് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര തിരിച്ചു. മദീനയിലെത്തി റൗള ഷരീഫിൽ റസൂലിൻ്റെ ഖബറിൻ്റെ അരികിലിരുന്ന് ഒരുപാട് സമയം ചിലവഴിച്ചു. വാർത്തയറിഞ്ഞ് സ്വഹാബാക്കളൊക്കെ അവിടേക്ക് ഓടിയെത്തുന്നുണ്ട്. കൂട്ടത്തിൽ നിന്ന് ഒരാൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. നബിയുടെ കാലത്തെ പോലെ മദീന പള്ളിയിൽ ഒരിക്കൽ കൂടെ അങ്ങേക്ക് ബാങ്ക് വിളിക്കാൻ കഴിയുമോ? ഇല്ല സഹാബ, നബിയില്ലാത്ത മദീനയിൽ എനിക്കതിന് സാധിക്കില്ല, നിങ്ങളെന്നെ നിർബന്ധിക്കരുത്. സഹാബാക്കൾ മറുത്തൊന്നും പറഞ്ഞില്ല. ആ സമയത്തായിരുന്നു ആ സദസ്സിലേക്ക് നബിയുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കടന്നു വരുന്നത്. അവർ കണ്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് അവരെ വാരി പുണരുകയാണ്. അവർക്ക് നബിയുടെ അതേ സുഗന്ധമായിരുന്നു. ആ സുഗന്ധം ശ്വസിച്ചതും നബിയുടെ ഓർമ്മകളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. അവർക്കും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒറ്റ കാര്യം ആവശ്യപ്പെടാനുള്ളൂ, അങ്ങ് ഉപ്പൂപ്പ ഉണ്ടായിരുന്ന കാലത്തെ പോലെ ഒരിക്കൽ കൂടെ ശ്രവണ മനോഹരമായിട്ടുള്ള ആ ശബ്ദത്താൽ ഒരു പാങ്കുലി മുഴക്കൂ. നബിയുടെ പേരമക്കളുടെ